DJ Moral Stories. പാവപ്പെട്ട അനാഥക്കുട്ടി പിന്നെ കുരങ്ങുകളുടെ ലോകം ഭാഗം 2. മധു തന്റെ മാമൻ മാമി ചമേലി പിന്നെ ജയപാലിനോടൊപ്പം താമസിച്ചു വന്നു. മധുവിന്റെ അച്ഛനും അമ്മയും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ നിന്നും പോയി. അതിനുശേഷം അവൾ തന്റെ മാമന്റെയും മാമിയുടെയും കൂടെയാണ് ഇരിക്കുന്നത്. പക്ഷെ അവളുടെ മാമി ചമേലി അവളോട് നല്ല രീതിയിൽ പെരുമാറില്ല. ഇങ്ങോട്ട് നോക്കടി, മടി പിടിച്ച കഴുതേ. ഇനി നീ എത്ര നേരം ആവടി? 1 മണിക്കൂർ കൊണ്ട് നീ കുത്തിയിരിക്കുകയാണ്. നീ ഇനി ഒരു നേരം പോലും ഇരിക്കാൻ പാടില്ല. മുഴുവൻ നേരവും വേല ചെയ്യണം. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ? അമ്മായി, ഞാൻ പണികളൊക്കെ ചെയ്ത് വളരെ ടയേർഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നു അമ്മായി. മതി, നിന്റെ ഡ്രാമയൊക്കെ ഒന്ന് നിർത്തിയേരെ. പോടി, പോയി ജോലി ചെയ്യേ. ഒരടി അടിച്ചാലുണ്ടല്ലോ നീ എവിടെ പോയി വീഴുമെന്നറിയില്ല. നീ പോയി ജോലി ചെയ്യടി, മടി പിടിച്ചവളെ. ചമേലി ഒട്ടും കാരുണ്യമില്ലാത്ത ക്രൂരയായ സ്ത്രീയാണ്. അവൾ മധുവിനെ രാത്രി പകൽ നോക്കാതെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. പാവം അവളെ 1 മിനിറ്റ് പോലും സന്തോഷമായി ഇരിക്കാൻ സമ്മതിക്കില്ല. മധു യഥാർത്ഥത്തിൽ വളരെ രുചികരമായി പാചകം ചെയ്യും. വാ മോളെ വാ, ഈ പൊറോട്ടയും അതിനു വേണ്ടിയുള്ള കറിയില്ലേ, ശരിക്കും നല്ല രസമുണ്ട്, നല്ല രുചിയാ അതിന്. ആഹാരമൊക്കെ നന്നായിട്ടുണ്ട്. എന്നാൽ ഇതുണ്ടാക്കുന്ന ഇവളെ കണ്ടാലുണ്ടല്ലോ മഹാവൃത്തികേട്. നീ എന്തൊക്കെയാ സംസാരിക്കുന്നേ? ആ പെൺകുട്ടിയെ നീ ഇതിനെ വെറുതെ ശല്യം ചെയ്യുന്നേ? ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ ഒരൊറ്റ അക്ഷരം മിണ്ടരുത്. നിങ്ങളുടെ അനിയത്തിയുടെ ഈ ദരിദ്രം പിടിച്ച പെണ്ണുണ്ടല്ലോ, ഇവക്ക് ഓസി ചോറ് കൊടുക്കാനൊന്നുമല്ല ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. ഇവളെ ഇവിടെ കുത്തിയിരുത്തിക്കൊണ്ട് ഇവിടെ അഴക് കാണാനല്ല, ഇവളെ ജോലി ചെയ്യിച്ച് ഞാൻ ഇവളെ തീർക്കും. ചമേലിയും ജയ്പാലും അവരുടെ 5 വയസ്സ് മകളെ ഒരു സംഭവത്തിൽ നഷ്ടപ്പെട്ടു. അതുമുതൽ ചമേലി ആരോടും നല്ല രീതിയിൽ പെരുമാറാറില്ല. എപ്പോഴും ദേഷ്യത്തോടെ ആയിരിക്കും. മധു എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അപ്പോഴൊക്കെ ചമേലി അവളെ കറണ്ടി കൊണ്ടും റൊട്ടിക്കട്ട കൊണ്ടും അടിക്കും. ഒരു ദിവസം ജയ്പാൽ വളരെ സങ്കടത്തോടെ തന്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം ചമേലിയോട് എന്തു പറഞ്ഞെന്നാൽ, ജബേലി, ഇന്ന് ആ ബർഗിത്ത് വന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് പോയിട്ടുണ്ട്. ഇനി 2 ദിവസം കൊണ്ട് പൈസയും ചേർത്ത് കാശ് കൊടുത്തില്ലെങ്കിലേ ഞാൻ ആരാണെന്ന് കാണിച്ചുതരാന്ന് അവൻ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അയ്യോ ദൈവമേ, നമ്മൾ ഇനി എന്താ ചെയ്യുന്നേ? ശരിക്കും ഒരു പിടിയുമില്ല. മധു ഇതെല്ലാം കേൾക്കുകയായിരുന്നു. അവൾ ഹനുമാന്റെ വലിയ ഭക്തയാണ്. അവൾ തന്റെ മാമൻ വിഷമിക്കുന്നത് കണ്ടിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് ഹനുമാനോട് പ്രാർത്ഥിച്ചു. എന്റെ ഹനുമാൻ സ്വാമി, എന്റെ അമ്മാവൻ വലിയൊരു കഷ്ടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവരെ നീ വേണം രക്ഷിക്കാൻ. ഞാൻ നിന്നോട് കരഞ്ഞപേക്ഷിക്കുകയാണ്. അപ്പോഴാണ് കാട്ടിൽ കൂടി തിരികെ പോകുമ്പോൾ അവൾ ഒരു കുരങ്ങനെ കണ്ടത്. ആ കുരങ്ങൊരു പുൽത്തകിടിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. അതിന് മുറിവേറ്റിട്ടുണ്ടായിരുന്നു. ഉടനെ അവൾ ഔഷധ ചെടികൾ പറിച്ച് ഔഷധ മരുന്ന് തയ്യാറാക്കി. കുരങ്ങിന്റെ മുറിവിൽ ആ മരുന്ന് അവൾ ഇട്ടു. വളരെ നന്ദി അനിയത്തി, നീ എനിക്ക് വല്ലാത്ത സഹായമാ ചെയ്തത്. ഇല്ലെങ്കിൽ ഈ ചെടിക്ക് പുറകെ ഞാൻ കുടുങ്ങിപ്പോയേനെ. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു, നിനക്കറിയാമോ? ആഹാ, അയ്യടാ, നീ ഒരു കുരങ്ങാണ്, പക്ഷെ സംസാരിക്കുന്നോ? ശരി, നീ വിഷമിക്കാതെ. ഈ ഔഷധം പുരട്ടുകയാണെങ്കിൽ നിന്റെ മുറിവ് ഉടനെ ശരിയാകും. മധു അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് തിരികെ പോയി. 2 ദിവസമായി. പക്ഷേ ജയ്പാലിനെ കൊണ്ട് പണം ഏർപ്പാട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബൽജിത്ത് പലിശക്കാരൻ തന്റെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ജയ്പാലിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നെ കണ്ടിട്ട് എന്താ ഒരു വിഡ്ഢിയായിട്ട് തോന്നുന്നുണ്ട് നിങ്ങക്ക്? ഇതിനു മുകളിൽ നിങ്ങൾക്ക് ഒരു അവകാശം ഞാൻ തരാൻ പോകുന്നില്ല. അവസാനമായിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ കാരണം കൊണ്ട് നിന്റെ തോളിലുള്ള ഭാരം ഇറക്കി വെച്ചോ. നിന്റെ സഹോദരി എന്നെ ഏൽപ്പിച്ചാലുണ്ടല്ലോ, എനിക്ക് ഇവിടെ കല്യാണം കഴിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതെ, നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നേ? എനിക്ക് ഈ പെണ്ണിനെ വളരെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ കല്യാണം കഴിച്ചാലേ എന്റെ ജീവിതം വളരെ സന്തോഷമായിട്ട് പോകുന്ന ഞാൻ പറയുന്നത്. പക്ഷേ മധുവിന് 22 വയസ്സായിട്ടേ ഉള്ളൂ. നിങ്ങൾക്കാണെങ്കിലോ 47. നിങ്ങൾ തമ്മിൽ കുറെ വ്യത്യാസമല്ലേ? നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തോന്നുന്നത്? അങ്ങനെ ചെയ്യരുതേ അമ്മാവാ. ഈ വയസ്സായ ആളെ കല്യാണം കഴിക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എടി, നിന്റെ വായടക്കിട്ടൊന്നും മിണ്ടാതിരിക്കോ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇവള് പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ കടമൊക്കെ ശരിയാണോന്ന് പോയി നോക്ക്. അതായത് ഞാൻ പറയാൻ വരുന്നത്, ഇത് ഞാൻ സത്യം ചെയ്ത് പറയാണ്. അവളോട് അത് പോയി ചെയ്യാൻ പറ. ആ സമയത്ത് ജയ്പാൽ തന്റെ മരുമകൾ പറയുന്നത് കേൾക്കുന്നതിന് പകരം തന്റെ ഭാര്യ പറയുന്നതിന് സമ്മതിച്ചു. പിന്നെ അവർ ബൽജിത്തിന്റെ കയ്യിൽ മധുവിനെ ഏൽപ്പിച്ചു. ബൽജിത്തും ആ പാവം മധുവിനെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു. എന്നിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ട സുന്ദരി, ഇത് കണ്ടില്ലേ? നിനക്ക് വേണ്ടി ഈ ആദ്യ രാത്രി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിന്റെ യൗവനം കണ്ടിട്ട് എന്റെ ശരീരം മുഴുവൻ കരണ്ടേൽക്കുന്ന പോലെയുണ്ട്.
ഇനി ഒരു മിനിറ്റ് പോലും ഞാൻ നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല. ഈ രാത്രി സ്വർഗം എന്താണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം. ബൽജിത്ത് മധുവിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ മധു അവിടെ ഉണ്ടായിരുന്ന പൂന്തൊട്ടി എടുത്ത് അവന്റെ തലക്കിട്ട് അടിച്ചു. എന്നിട്ട് ഉടനെ അടുക്കളയിലുണ്ടായിരുന്ന മുളക് പൊടി എടുത്ത് അവന്റെ കണ്ണിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്നും ഓടിപ്പോയി. ഇല്ല ഇല്ല, നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. ഈ രാത്രി നിന്നെ ഞാൻ കഷ്ണം കഷ്ണമാക്കി മുറിക്കേണ്ട നിന്നെ ഞാൻ വിടില്ല. മധു അവിടെ നിന്നും നേരെ കാട്ടിനകത്തേക്ക് ഓടി. എന്റെ ദൈവമേ, എന്നെ നിങ്ങളെ രക്ഷിച്ചതിന് എന്നോട് ഒരുപാട് നന്ദി. മാത്രമല്ല, ആ വൃത്തികെട്ടവനിൽ നിന്ന് എന്നെ രക്ഷിച്ചതിനും നിങ്ങൾക്ക് ഒരുപാട് നന്ദി. മധു കാട്ടിനരികിലുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ കുടിൽ നിർമ്മിച്ച് അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. ദിവസവും അവൾ അവിടെ നിന്നും എവിടെയെങ്കിലും ജോലി തേടി പുറപ്പെടും. ഒരാഴ്ചയ്ക്ക് ശേഷം പോലും അവൾക്ക് ഒരു ജോലിയും കിട്ടിയില്ല. ഒരു ദിവസം അവൾ ഒരു കൊച്ചുകുട്ടി റോട്ടിൽ കരയുന്നത് ശ്രദ്ധിച്ചു. അച്ഛാ, അമ്മേ, എന്റെ അച്ഛനും അമ്മയും എവിടെ പോയി? ഞാനിപ്പോ എന്ത് ചെയ്യും? എന്ത് പറ്റി മോനെ? നീ എന്തിനാ കരയുന്നേ? ഞാൻ എന്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴി മറന്നുപോയി. എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് എന്നെ എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു വിടാവോ? എനിക്കാണെങ്കിൽ എന്റെ വീടിന്റെ അഡ്രസ് പോലും അറിയില്ല. എന്റെ ഹനുമാൻ സ്വാമി, ശരി മോനെ, നിന്നെ കൊണ്ടൊന്ന് പറയാൻ പറ്റുമോ? നിന്റെ വീടിന്റെ അടുത്ത് ഏതെങ്കിലും സ്ഥലം, ഏതെങ്കിലും പുഴ, അമ്പലം, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ കുളം പോലെയുണ്ട്. അവിടെയാണെങ്കിൽ വലിയൊരു ജാമുൻ മരവും പോലും ഉണ്ട്. അങ്ങനെയാണോ? 2 നാളെ മുമ്പെയാണ് ഞാൻ ആ പുഴയുടെ അടുത്ത് പോയിരുന്നത്. വാ, നീ പേടിക്കണ്ടാട്ടോ. ഞാൻ നിന്റെ അച്ഛൻ്റെ അമ്മേനെ കൊണ്ടുപോയിട്ട് നിന്നെ സുരക്ഷിതമായിട്ട് വിടാം. ശരിട്ടോ? മധു ആ കുട്ടിയെ ഭദ്രമായി കൊണ്ടുപോയി അവന്റെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ ഏൽപ്പിച്ചു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വലിയ പണക്കാരരാണ്. അവർ അവൾക്ക് സമ്മാനമായി 50,000 രൂപ കയ്യിൽ നൽകി. ആ കാശ് വേണ്ടെന്ന് ആദ്യം മധു പറഞ്ഞു. അതിനുശേഷം അവർ ഒരുപാട് നിർബന്ധിച്ചു. അത് കാരണം അവൾ ആ കാശ് വാങ്ങേണ്ടി വന്നു. ആ പണം വെച്ച് അവൾ ആ ഗ്രാമത്തിൽ ഒരു പുതിയ ഭക്ഷണശാല ആരംഭിച്ചു. പിന്നെ ആ ഹോട്ടലിന്റെ പേര് മധുവിന്റെ രുചി എന്ന് വെച്ചു. ആ ഹോട്ടലിലെ രുചികരമായ ഭക്ഷണം കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അവിടേക്ക് വരാൻ തുടങ്ങി. ഇതുവരെ ഇത്രയും നല്ലൊരു ഭക്ഷണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. മധു, ഇതുപോലത്തെ ഒരു ഭക്ഷണം തന്നതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. സത്യം പറയട്ടെ, നിന്റെ പാചകം ശരിക്കും നല്ല രസമുണ്ട് അനിയത്തി. നല്ല രുചിയാ അതിന്. എനിക്കിനിയും 2-3 ചപ്പാത്തിയും കൂടി വേണ്ടി വരും കേട്ടോ. പിന്നെ ചപ്പാത്തിക്കുള്ള കറി കുറച്ചും കൂടി എടുത്തോ കേട്ടോ. ശരി ചേട്ടാ, ഒരുപാട് നന്ദി. ഒരു ദിവസം പെട്ടെന്ന് വൈകുന്നേരം അവളുടെ കട മൂടുമ്പോൾ കടയിലേക്ക് റൗഡികൾ എത്തി. അവർ അവളെ ചുറ്റി വളച്ചു. ദാ നോക്കിയേ മോളെ പെണ്ണേ, ശരി നല്ല അഴകാണ്. നീ ആ പൈസ അങ്ങോട്ട് എടുത്ത് തന്നെ ഇങ്ങോട്ട് ഇപ്പോ. എന്താ നോക്കുന്നേ? ഞാൻ സംസാരിച്ചത് നിനക്ക് മനസ്സിലായില്ലല്ലേ? മര്യാദയ്ക്ക് ആ പേട്ടിയിലുള്ള കാശൊക്കെ എനിക്ക് എടുത്ത് തന്നേക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടാ. എന്നെ വിടൂ, എന്നെ വിട്ടയക്കൂ. ഞാൻ നിങ്ങൾക്ക് എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് എന്തിനാ നിങ്ങൾ കൊണ്ടുപോകുന്നേ? മധു ആകെ പേടിച്ചുപോയി. ആ റൗഡികൾ അവളെ തള്ളിവിട്ടിട്ട് ആ കട പൊട്ടിച്ച് അകത്തേക്ക് കേറി. അപ്പോഴാണ് അവിടേക്ക് 3 കുരങ്ങന്മാർ വന്നത്. അതിലൊരു കുരങ്ങനാണ് ആ കുരങ്ങൻ. ആ കുരങ്ങനെയാണ് മധു രക്ഷിച്ച് മരുന്നിട്ട് കൊടുത്തത്. ആ 3 കുരങ്ങന്മാരും ചേർന്ന് ആ റൗഡികളെ അടിച്ചു. പിന്നെ അവർ അവന്മാരെ ആക്രമിച്ചു. ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. മേടിച്ചോ. നീ കഷ്ടപ്പെടുത്താനൊക്കെ വല്ലാണ്ട് നീ കഷ്ടപ്പെടുത്തുവാണല്ലേടാ. കുരങ്ങന്മാരെ കണ്ട് പേടിച്ച് ആ കള്ളന്മാർ അവിടെ നിന്നും ഓടി. എന്നിട്ട് മധു ആ കുരങ്ങന്മാരോട് തന്റെ നന്ദി പ്രകടിപ്പിച്ചു. ഒരുപാട് നന്ദി, ആ റൗഡികളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചതിന്. സഹോദരി, നീ അന്ന് ഞങ്ങളുടെ കുരങ്ങ കൂട്ടത്തിലുള്ള ഒരാളെ രക്ഷിച്ചേ. ഇന്ന് നിനക്കൊരു കഷ്ടം വരുമ്പോ ഞങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അതെങ്ങനാ? അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും തന്നെ എത്തിയേ. നിനക്കൊരു ഇഷ്ടപ്പെട്ട വേറെ നിക്നെയിം വെച്ച് വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ചോ. ശരി ബിട്ടു, നീയും നിന്റെ കൂട്ടുകാരും വളരെ നല്ലവരായിട്ടിരിക്കുന്നു ബിട്ടു. ഇനി തൊട്ട് ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെ ഇവിടെ തന്നെ ജോലി എടുക്കാൻ പോവുകയാണ്. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് തന്നെ നിൽക്കും. നിനക്ക് ഓക്കെ അല്ലേ? ഒരുപാട് നന്ദി ആനിയൻ കുട്ടാ ബിട്ടു. തീർച്ചയായിട്ടും എന്റെ ഹനുമാൻ സ്വാമി ആയിരിക്കും നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. അതിനുശേഷം അന്നു മുതൽ ആ ഭക്ഷണശാലയിൽ കുരങ്ങൻ ബിട്ടുവും അവന്റെ കൂട്ടുകാരും പണി ചെയ്യാൻ തുടങ്ങി. മധുവും കുരങ്ങന്മാരും ചേർന്ന് ആ ഭക്ഷണശാലയിൽ നന്നായി അധ്വാനിച്ചു. പിന്നെ ഈ അതിശയിപ്പിക്കുന്ന ഭക്ഷണശാല
കുറച്ചു ദിവസത്തിനകം വളരെ ഫേമസ് ആയി.